Hello dear students, welcome back to our classroom. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എംബ്രോയിഡറി ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്നിവയൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ശാസ്ത്രമേളക്കൊക്കെ നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ വിന്നേഴ്സ് ആകാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ. പൊതുവായിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രെയിം വേണം, ത്രെഡ് വേണം, ഡിസൈൻ ഷീറ്റ് വേണം, പെൻസിൽ, കാർബൺ പേപ്പർ, പോപ്ലിൻ ക്ലോത്ത്, പിന്നെ തുന്നാൻ ആവശ്യമായിട്ടുള്ള നീഡിൽ, പിന്നെ കത്രിക. നമുക്ക് അവിടെ നിന്ന് ഒരു പിക്ചർ കിട്ടും. ആ പിക്ചർ ഇതുപോലെ തുണിയിൽ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് തന്നെ എംബ്രോയിഡറി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി LP UP വിഭാഗക്കാർ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഷ്യൻ കവറിനോ തലയണ കവറിനോ പറ്റിയ വലിപ്പത്തിലുള്ള തുണിയും നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ത്രെഡുകളും ഫ്രെയിമും കത്രികയും കാർബൺ പേപ്പറും പെൻസിലും കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ജഡ്ജസ് അവിടെ നിന്ന് ഒരു പിക്ചർ തരും. അത് തുണിയിൽ പ്രിൻ്റ് എടുത്തിട്ട് എംബ്രോയിഡറി ചെയ്തിട്ട് ഫിനിഷ് ആക്കുക കേട്ടോ. ഒറ്റ ലെയറായിട്ടോ അല്ലെങ്കിൽ മൾട്ടി ലെയറായിട്ടോ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചിത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള തുന്നലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തുന്നൽ അതായത് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു സംവിധാനം ഉണ്ടല്ലോ. പിന്നെ വിവിധ ഇനം തുന്നലുകൾ, അതായത് പല പാറ്റേണിലും നമുക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യാതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളെടുക്കുന്ന ത്രെഡ് നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പിക്ചർ ഫിനിഷ് ആയിട്ടുണ്ടോ എന്നിവയൊക്കെയാണ് ഒരു ജഡ്ജസ് മാർക്ക് തരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ 3 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ടൈം ഉണ്ടാവുക. 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാക്സിമം ചിത്രം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, മെഷീനോ മറ്റ് ക്ലോത്തോ ഒന്നും അവിടെ അനുവദനീയമല്ല, അത് ശ്രദ്ധിക്കുക. കോട്ടൺ ക്ലോത്ത് മാത്രമേ നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് കട്ടി കൂടിയതും ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കട്ടി കുറഞ്ഞിട്ടുള്ള തുണിയും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ടി കൂടിയ തുണിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചി വലിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. കട്ടി കുറഞ്ഞാലോ നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ അത് കീറിപ്പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹൈസ്കൂൾ വിഭാഗക്കാർ അതേപോലെ ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു കുഷ്യൻ കവറിനോ തലയിണക്കോ പറ്റിയിട്ടുള്ള വലിപ്പത്തിലുള്ള തുണിയും എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ടുള്ള നൂലുകളും ഫ്രെയിം, കത്രിക, കാർബൺ പേപ്പർ, പെൻസിൽ എന്നിവയൊക്കെയാണ് അവർ കൊണ്ടുപോകേണ്ടത്. ജഡ്ജസ് അവിടെ നിന്ന് നിങ്ങൾക്കൊരു പിക്ചർ തരും. അത് തുണിയിൽ വരച്ചിട്ട് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്യേണ്ടതാണ് കേട്ടോ. ചിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള നിറത്തിലുള്ള നൂലുകൾ ഉപയോഗിക്കുക. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഫ്ലവറും കുറച്ച് ലീഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നൂലുകളൊക്കെ ഉപയോഗിക്കുക. പിന്നെ നൂല് ലെയറായിട്ടാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്യുന്നവർക്ക് അറിയാം, ഒരു ത്രെഡ് എന്ന് പറയുന്ന ഒരുപാട് പിന്നെ നൂലുകൾ ചേർന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ലെയറൊക്കെ ആയിട്ട് ചെയ്യാൻ നോക്കുക. എംബ്രോയിഡറിക്ക് മാർക്ക് നൽകുന്നതിൽ ജഡ്ജസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പിക്ചർ ഉണ്ടല്ലോ അത് ഫിനിഷ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 മണിക്കൂറായിരിക്കും മത്സര സമയം. 3 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡിൻ്റെ കളർ കോമ്പിനേഷൻസാണ് രണ്ടാമതായിട്ട്, അതായത് അട്രാക്ഷനാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. വ്യത്യസ്ത തരം പാറ്റേണുകൾ ചിത്രത്തിൽ, അതായത് തുന്നലുകൾ ചിത്രത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഒരേ ടൈപ്പ് മെത്തേഡിൽ നിങ്ങൾ എംബ്രോയിഡറി ചെയ്യാതിരിക്കുക, പല പാറ്റേണും കൊണ്ടുവരാൻ നോക്കുക. മെഷീനും മറ്റ് ക്ലോത്തൊന്നും അനുവദനീയമല്ല കേട്ടോ. കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണമെന്ന് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കറക്റ്റ് സമയത്തൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. കാരണം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കാരണം തന്നെ ആ ഒരു സമയം കഴിഞ്ഞ് ഓടിക്കതിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോസും ചെയ്ത് വിടുന്നത്. കാരണം നമ്മുടെ വീഡിയോസിന് മുന്നിൽ ഒരു 5 മിനിറ്റ് ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല
കമൻറ്റുകളും മറ്റൊക്കെ കണ്ടിട്ടാണ് നെക്സ്റ്റ് ഡേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പല ടൈമിലും അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ പറയുന്നത്. കാരണം ഞാൻ ഏത് നട്ടപ്പാതിരാക്കി വീഡിയോസ് ഇട്ടാലും അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോട്ടിഫിക്കേഷൻ വരും, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.